രജനീകാന്ത് സൂപ്പർ സ്റ്റാറായി ഉയർന്നു വരുന്ന കാലം അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പ്രീമിയർ പത്മിനി വാഹനവുമായിട്ട് ഫിയറ്റുമായിട്ട് മെഡ്രാസിലൂടെ രാത്രി പോകുമ്പോൾ അറിയാതെ ഒരു ചെറിയ അപകടത്തിൽപ്പെട്ടു. അപകടത്തിൽപ്പെട്ട ഉടനെ തന്നെ ആളുകൾ ഓടിക്കൂടി. അപ്പോൾ ആളുകൾ ഈ നോക്കുന്നത് ഇതിനകത്തുള്ള സെലിബ്രിറ്റിയായ രജനീകാന്താണെന്നുള്ളത് ശ്രദ്ധിക്കാതെ അവർ ഈ കാറാണ് തൊട്ടു നോക്കുകയും അതുപോലെ തന്നെ ഈ കാറിലായിരുന്നു അവർക്ക് കൂടുതൽ ശ്രദ്ധയുണ്ടായത്. രണ്ടാമതാണ് അവർ ഇത് ഓടിച്ചിരുന്ന മനുഷ്യൻ രജനീകാന്താണെന്ന് മനസ്സിലാക്കുന്നത്. അതുപോലെ ഈ സാധാരണ ജനങ്ങൾക്ക് ഈ വാഹനത്തോടുള്ള പ്രിയം വളരെ കൂടുതലായിരുന്നു. പക്ഷേ പുതിയ വാഹനങ്ങളുടെ മുന്നോട്ടുള്ള പോക്കിൽ, അതായത് ഈ പ്രീമിയർ പത്മിനിയിൽ പിന്നീട് പുതിയ ഡീസൽ എഞ്ചിൻ അവർ കൊണ്ടുവന്നു. ഡീസൽ എഞ്ചിൻ കൊണ്ടുവരികയുണ്ടായി. അത് ഡീസൽ എഞ്ചിൻ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കിയ എഞ്ചിനായിരുന്നു. കോയമ്പത്തൂരിലെ ജയ മോട്ടോഴ്സ് നിർമ്മിച്ച ഒരു ഇന്ത്യൻ ഡീസൽ എഞ്ചിനാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. അതിനകത്ത് നിലവിലുണ്ടായിരുന്ന ഫിയറ്റിൻ്റെ 1000 cc 1083 cc ഉള്ള ഒരു എഞ്ചിനായിരുന്നു. അതിന് ഏകദേശം നല്ല മൈലേജ് ഉണ്ടായിരുന്നു. അതായത് 14-15 കിലോമീറ്റർ വരെ മൈലേജ് ഫിയറ്റ് പെട്രോൾ കാറിന് കിട്ടിയിരുന്നു. അത്ര തന്നെ മൈലേജ് ഈ പറയുന്ന ഡീസലിനും ഉണ്ടായിരുന്നു. പക്ഷേ ഈ മാറ്റങ്ങൾ, ഈ പുതിയ ടെക്നോളജിയുടെ വരവ് ഫിയറ്റ് ശ്രദ്ധിച്ചിരുന്നില്ല. കാരണം അവർക്ക് ധാരാളം വാഹനങ്ങൾ വിറ്റുപോയിക്കൊണ്ടിരുന്നു. ഈ കാർ വാങ്ങാൻ ധാരാളം ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പുതിയ ടെക്നോളജിയിലേക്ക് മാറാനോ അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് അതിൻ്റെ മറ്റു സാങ്കേതിക ഘടകങ്ങൾ പരിഷ്കരിക്കാനോ അവർ മുതിർന്നില്ല. അതിൻ്റെ ഫലമായി ഇതിൻ്റെ വിൽപ്പന കുറഞ്ഞു വരികയും 1985 മാരുതി 800 എന്ന വാഹനം നിരത്തിലിറങ്ങുമ്പോൾ അത് വളരെ ചെറിയൊരു വണ്ടിയായിരുന്നു, വളരെ ചെറിയൊരു കാറായിരുന്നു. അതിൽ 85 മോഡൽ മാരുതി 800 നമുക്ക് കയറിയിരിക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു വലിയ കുടയുണ്ടെങ്കിൽ ആ കുട വെക്കാൻ സ്ഥലമില്ലായിരുന്നു. കുട പുറത്തേക്ക് നിൽക്കുമായിരുന്നു. കാരണം അത് അത്രയും സ്ഥലമുള്ളൂ. ബാക്കിലെ സീറ്റിൽ ഒരാൾക്ക് ഇരിക്കാൻ പറ്റില്ല, 2 പേർക്ക് കട്ടിയിരിക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെയുള്ള ചെറിയൊരു പെട്ടിയായിട്ടാണ് ഇറക്കിയത്. പക്ഷേ ആ പെട്ടിക്കുള്ളിലെ പുതിയ സാങ്കേതികത ഈ പഴയ വാഹനങ്ങളുടെ വിൽപ്പന പൂർണ്ണമായും നിർത്തുമെന്നും ഒരു പുതിയ യുഗം ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവുമെന്നുള്ളതും മുൻകൂട്ടി കാണുവാൻ ആർക്ക് സാധിച്ചിരുന്നില്ല. ഈ ഫിയറ്റ് കമ്പനിക്ക് അല്ലെങ്കിൽ പ്രീമിയർ ഓട്ടോമൊബൈൽസിന് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ഫിയറ്റിന് ശേഷം, പ്രീമിയർ പത്മിനിക്ക് ശേഷം ഒരു പ്രീമിയർ കാർ എന്ന കൺസെപ്റ്റിൽ അപ്പോൾ ആളുകളുടെ അഭിരുചികൾ സാവധാനം മാറി. 70 കഴിയുമ്പോഴത്തെ 80 മനുഷ്യരുടെ അഭിരുചികൾ മാറി തുടങ്ങിയിരുന്നു. അവർ വലിയ കാറുകൾ വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ 1981 ഫിയറ്റിൻ്റെ തന്നെ ഫിയറ്റ് 124 എന്ന ഒരു കുറേ കൂടി വലിയ മോഡൽ കാറ് ഇറ്റാലിയൻ കമ്പനിയിൽ നിന്ന് ലൈസൻസ് എടുത്ത ശേഷം പ്രീമിയർ ഓട്ടോമൊബൈൽസ് പുതിയൊരു പ്ലാന്റ്, കല്യാണിൽ ഒരു പുതിയ പ്ലാന്റ് ഉണ്ടാക്കിയിട്ട് ആ പ്ലാന്റിൽ ഈ പുതിയ വണ്ടി നിർമ്മാണം ആരംഭിച്ചു. അതിൻ്റെ പേരാണ് പ്രീമിയർ NE 118. NE 118 എന്ന് പറഞ്ഞാൽ കുറേ കൂടി വലിയ, നമ്മുടെ നാട്ടിൽ സാധാരണ ഇതിൽ ഇറ്റാലിയൻ ഫിയറ്റ് എന്ന് പണ്ട് ആളുകൾ പറഞ്ഞിരുന്നു. മുന്നിൽ 4 ഹെഡ്ലൈറ്റൊക്കെ ആയിട്ടുള്ള ഒരു വാഹനം. അതാണ് അവർ NE 118 എന്ന പേരിൽ, അത് ചതുരവടിവിലുള്ള വാഹനമായിരുന്നു, അത് വലിയ വാഹനമായിരുന്നു. അത് അവർ വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യാൻ ആരംഭിച്ചു. പക്ഷേ അത് ആരംഭിക്കുന്നതിന് വേറെ ചില തടസ്സങ്ങളുണ്ടായി. 81 ഈ കല്യാൺ പ്ലാന്റ് ആരംഭിക്കുന്ന സമയത്ത് തന്നെ അവിടെ വലിയ തൊഴിലാളി സമരങ്ങളുണ്ടായി. അങ്ങനെ 85 വരെ ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. അതിനാൽ തന്നെ 80കളിൽ അന്ന് ഏകദേശം 5 ലക്ഷത്തോളം പേർ ഈ കാറിന് വേണ്ടി ബുക്ക് ചെയ്തിരുന്നു. 5 ലക്ഷം ബുക്കിങ്ങുമായി ആരംഭിച്ച വാഹനം 1985 അത് പുറത്തിറങ്ങുമ്പോഴേക്ക് ഈ പറഞ്ഞ ഡെപ്പോസിറ്റ് ചെയ്ത് 10,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് ഇതിന് ബുക്ക് ചെയ്തിരുന്ന ആളുകളിൽ മിക്കവാറും പേര് അവരുടെ ഡെപ്പോസിറ്റ് പിൻവലിച്ചിട്ട് പിരിഞ്ഞു പോയിരുന്നു. 85 ഇറങ്ങുമ്പോഴേക്ക് എന്ത് വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ മോഡൽ തന്നെ ഔട്ട്ഡേറ്റായി കഴിഞ്ഞ അവസ്ഥയിലാണ് ഇത് ഇറങ്ങുന്നത്. പക്ഷേ എങ്കിലും ഈ വാഹനം ഇറങ്ങി NE 118 എന്ന് പറഞ്ഞ പെട്രോൾ എഞ്ചിനുള്ള വാഹനം ഇറങ്ങുകയും അതിനുശേഷം NE 138D എന്ന പേരിൽ അവർ ഇതിൻ്റെ ഡീസൽ വേർഷൻ ഇറക്കുകയും ചെയ്തു. അത് ഒരു 2000 വരെ അത് പിടിച്ചു നിന്നു.
പക്ഷേ 2001 ഇതിൻ്റെ എല്ലാം പ്രൊഡക്ഷൻ നിർത്തിക്കൊണ്ട് കമ്പനി പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു.